ഓട്ടോമേഷനെ കുറിച്ച് എത്ര പേർക്ക് അറിയാം? ഓട്ടോമേഷൻ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഇപ്പം നമ്മൾ കണ്ടത് AI കണ്ടന്റ് ആണ്. ഈ കണ്ടന്റ് വെച്ചിട്ട് നമ്മളിലേക്ക് വരുന്ന ട്രാഫിക്കിനെ AIക്ക് ചാറ്റ് ചെയ്യാനൊക്കെ പറ്റും, നിങ്ങൾക്കറിയാം. ഇൻ അഡീഷൻ ടു ദാറ്റ് ഓട്ടോമാറ്റിക്കലി കുറേ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ലീഡ്സിനെ സ്പോട്ടിൽ ക്വാളിഫൈ ചെയ്ത് വിളിക്കുക, സംസാരിക്കുക, ഡ്യൂ ഡേറ്റിൽ വിളിച്ച് എന്താ പറയുക, റിമൈൻഡർ അറിയിക്കുക, പേയ്മെൻറ്റ് കളക്ട് ചെയ്യുക, വെബ്സൈറ്റിൽ വരുന്ന ആൾക്കാരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓട്ടോമേഷൻ വെച്ചിട്ട് ബിസിനസ്സിൽ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവന്ന ഒരു ബ്രാൻഡിനെയാണ് ഞാൻ അടുത്ത് പരിചയപ്പെടുന്നത്. അത് പക്ഷേ സ്ക്രീനിലല്ല, നേരിട്ടാണ്. കേരളത്തിലെ വൺ ഓഫ് ദി ലീഡിംഗ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഡി ടബാറ്റ. വെയിറ്റ് മാനേജ്മെന്റിന് കേരളത്തിൽ മലയാളികളുടെ അടുത്ത് ഒരു തൗസൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഡി ടബാറ്റ ഈ ഓട്ടോമേഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഗ്രോത്ത് കൊണ്ടുവന്ന ഒരു ബ്രാൻഡാണ്. നമുക്ക് ആദ്യം ഡി ടബാറ്റയുടെ ഫൗണ്ടർ മിസ്റ്റർ ദിൽസിലിനെ സ്റ്റേജിലേക്ക് വിളിക്കാം. എന്താണ് ഡി ടബാറ്റ ചെയ്യുന്നത്? ഡി ടബാറ്റയുടെ റവന്യൂ ഗ്രോ ചെയ്ത് മോർ ദാൻ 200% ആണ്. സോ അതെങ്ങനെ ചെയ്തതെന്നുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. ആൻഡ് ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഫറൻസ് നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. ദിൽസിൽ, ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒന്ന് ഡി ടബാറ്റയെ കുറിച്ച് ഇൻട്രോ തരണം. അതുപോലെ തന്നെ ഡി ടബാറ്റയുടെ സർവീസിന്റെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ടെൽ us how you could grow your business 200%. ഡി ടബാറ്റ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നെഗറ്റീവ് പറയണമെന്ന് വിചാരിക്കരുത്. യൂട്യൂബിൽ ഡയറ്റ് എടുത്തിട്ട് മരിച്ചു പോയിട്ടുള്ള ഒരുപാട് കേസസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പിന്നെ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിച്ചു പോയിട്ടുള്ള ഒരുപാട് കേസസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ ഗൈഡ് ലൈൻസ് ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കുറേ ഇങ്ങനത്തെ കേസസ് നമുക്ക് പറ്റണത്. ഇതില്ലാതിരിക്കാനായിട്ട് ഡി ടബാറ്റ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കും, അതിനുശേഷം ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ കൊടുക്കും. ഡോക്ടറും ഡയറ്റീഷ്യനും കൂടി ആയിരിക്കും ഒരാൾക്ക് വേണ്ട ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യണത്. ഡോക്ടറും ഫിസിയോതെറാപ്പിസ്റ്റും ലെവൽ 3 സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കും ഒരാൾക്ക് വേണ്ട എക്സസൈസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണത്. എല്ലാവരുടെ ബോഡിയും സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എക്സസൈസ് പ്രൊവൈഡ് ചെയ്യണത്, ഡയറ്റ് പ്രൊവൈഡ് ചെയ്യണത്. ഇത് നമ്മൾ ആപ്ലിക്കേഷനിലാണ് ചെയ്യണത്. ആപ്ലിക്കേഷൻ വേൾഡ് വൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ലോകത്ത് എവിടെ നിന്നും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഡോക്ടേഴ്സും ഡയറ്റീഷ്യൻസും എക്സസൈസ് പ്രൊവൈഡ് ചെയ്യണത്. ഇനി ഈ എക്സസൈസും ഡയറ്റിൻ്റെയും ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് നിങ്ങളുടെ ഒരു 2 മിനിറ്റ് തരാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് എണീറ്റ് നിന്നേ. കുറേ നേരമായില്ല എല്ലാവരും ഇരിക്കണത്. ജസ്റ്റ് ഒന്ന് എണീറ്റ് നിൽക്ക്. എനിക്ക് വേണ്ടി 2 മിനിറ്റ്. ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് മൈക്ക് പിടിക്കാനായിട്ട് ഒരാൾ വരുമോ? ഞാൻ പറയുമ്പോൾ വെച്ചാൽ മതി കേട്ടോ, ഇപ്പോൾ വെക്കണ്ടേ. സുബി, ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, സിമ്പിളാണ്. ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, അടിയിലോട്ട് നോക്കാം. എല്ലാവരും അടിയിലോട്ട് നോക്കിയേ. 1 2. മുകളിലോട്ട് നോക്കിയേ. 2. ഇനി സ്ട്രെയിറ്റ് നോക്കിയേ. സൈഡിലോട്ട് നോക്കിയേ. 3. ഈ സൈഡിലോട്ട് നോക്കിയേ. 4. ഇനി എല്ലാവരും കൈ ഇങ്ങനെ പിടിക്കാം. ഫ്രണ്ടിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. 1 2. തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. 1 2. നീ കൈ നേരെ പിടിക്കാം. നിർത്താം. 1 2 3 4. ഓക്കെ, ഇനി ഇത് ചെയ്യുമ്പോൾ നോക്കി ചെയ്താൽ മതി. ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കിലോട്ട് നോക്കാം. 1 2 3 4. ഓക്കെ, ഇനി ഒന്ന് ഹോൾഡ് ചെയ്യുക. ഞാൻ പറയണത് മാത്രം ചെയ്യുക. ബാക്ക് പെയിനോ നീ പെയിനോ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്ന ഫസ്റ്റ് കാര്യം ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ സെക്കൻഡ് ചെയ്യാം. ശ്രദ്ധിക്കുക, ബാക്ക് പെയിനോ നീ പെയിനോ ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ കാര്യം ചെയ്യാം. ഓക്കെ, ഇനി ആ സോങ് ഒന്ന് പ്ലേ ചെയ്യോ. പിന്നെ എക്സസൈസ് ഒന്നും ചെയ്യാത്തവർ സെക്കൻഡ് വരുന്നത് ചെയ്യരുത്, ഫസ്റ്റത്തെ മാത്രം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. 4 3 2 1 ഗോ. കാലുപൊക്ക്. എല്ലാവരും ഓക്കെ? പോരാ കാലുപൊക്ക്. ഓക്കെ, ചെയ്യാൻ പറ്റുന്നവര് ഓടിക്കോ. ചെയ്യാൻ പറ്റുന്നവർ മാത്രം, അല്ലാത്തവർ ഓടരുത്, പണി കിട്ടും. അല്ലാത്തവര് പയ്യെ ചെയ്യണം. Come on. 3 2 1 ബ്രേക്ക്. നിർത്ത്. എല്ലാവരും നിർത്തും. ബ്രേക്ക് എടുക്കും. ബ്രീത്ത് ചെയ്യും. 3 2 1 സേ. പറ്റാവുന്നവർ ഓടിക്കോ, അല്ലാത്തവര് പയ്യെ ചെയ്യാട്ടോ. അടിപൊളി, നൈസ്. ചെയ്തോ, ഞാൻ പറയുമ്പോ നിർത്തിയാൽ മതി. ചെയ്തോട്ടോ. 4 3 2 1 ബ്രേക്ക്. ഒരെണ്ണം ഓടിച്ചിട്ട് നിർത്താം. ലാസ്റ്റ് പറ്റുന്ന ആൾക്കാര് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെ ചെയ്യാം. ഗോ. 1 ഇങ്ങനെ പറ്റിയോ? ലാസ്റ്റത്തെ ചെയ്യേ. ഒരാവശ്യമില്ലല്ലോ. 3 2 1 ബ്രേക്ക്.
ലാസ്റ്റത്തേണ് കറക്റ്റ് ആയിട്ട് ചെയ്തോ. എല്ലാവരും നന്നായി ചെയ്യണം. 3, 2, 1, go. Come on. Last ഇത് കഴിഞ്ഞ ആ ഇനി എല്ലാവരും ഇരുന്നേ. ഇപ്പൊ എങ്ങനെയുണ്ട് ഒരു ഫീല്? ഇത്രയും നേരം ഇരുന്നിട്ട് നമ്മളെല്ലാവരും ഭയങ്കര മൂഡ് ഡൗൺ ആയി വന്നത് ജസ്റ്റ് ചെറിയൊരു ആക്ടിവിറ്റി കൊണ്ട് നിങ്ങൾക്ക് അപ്പാവാൻ പറ്റി. നിങ്ങളുടെ എംപ്ലോയീസിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഓഫീസിൻ്റെ ഉള്ളിൽ എല്ലാവരും ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുക 8 hours. ഇവർക്ക് ഈ അവസ്ഥയല്ലേ കിട്ടുന്നത്. അന്ന സ്ഥാനത്ത് ഇവർക്ക് ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി നമ്മുടെ കമ്പനിയുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും. ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എക്സസൈസും ഡയറ്റും പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി 100% കൂടും. ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, സോ നിങ്ങൾ അവരെ കൊണ്ട് സ്മാർട്ട് വർക്ക് ചെയ്യിക്കാനും നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനും അവർക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് എക്സസൈസ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുക. ഡീറ്റാബാറ്റ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ MSc പഠിച്ച ഡയറ്റീഷ്യനെ കൊണ്ട് ഡയറ്റ് എടുപ്പിക്കുക. ലെവൽ 3 സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഇല്ലെങ്കിൽ ഈ കണ്ട യൂട്യൂബിൽ നിന്നും സ്വന്തമായിട്ട് ചെയ്ത് ഉണ്ടായിട്ടുള്ള കേസസും ഇതേപോലത്തെ സംഭവങ്ങൾ നിങ്ങളുടെ എംപ്ലോയീസിനും വരും. പിന്നെ നിങ്ങളും ചെയ്യാം. ചുമരുണ്ടെങ്കിൽ ആ പടം വരയ്ക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്രയൊക്കെ പൈസ ഉണ്ടാക്കിയാലും നമ്മുടെ ബോഡി ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. സോ എല്ലാവരും എക്സസൈസും ഡയറ്റും ഇന്ന് തൊട്ട് ശീലമാക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി സുബി പറഞ്ഞോ, കണ്ടിന്യൂ ചെയ്തു. ഡീറ്റാബാറ്റയുടെ മൊബൈൽ ആപ്പ് ഉണ്ട് അല്ലേ? ഡീറ്റാബാറ്റ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കിട്ടും. അതിനകത്ത് കയറാം. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എല്ലാവർക്കും നോക്കാം. ക്ലയൻസിൻ്റെ റിസൾട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഫിറ്റ് വിത്ത് ദിൽസിൽ നിന്നാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അതിനകത്ത് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരാം. ദിൽസിൽ എൻ്റെ അടുത്ത് വരുമ്പോഴേ ഒരു 3 മാസം മുന്നെയാണ് ദിൽസിൽ നമ്മളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ദിൽസിൽ ഒരു ഇൻഫ്ലുവൻസർ ആണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്തോളൂ. ക്ലോസ് ടു 1 million ഫോളോവേഴ്സ് ഉണ്ട് ദിൽസിലിന്. എവറി ഡേ 200 to 300 മെസ്സേജസ് എവറി ഡേ വന്നുകൊണ്ടിരിക്കും. എൻക്വയറീസ്. നിങ്ങളുടെ പ്രശ്നം എൻക്വയറീസ് ആണല്ലോ. ഇവിടെ എൻക്വയറീസിന് പ്രശ്നമില്ല. ഇങ്ങനെ മഴവെള്ളം പോലെ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ സെയിൽസിലേക്ക് എത്തുന്നില്ല. എവിടെയോ ഡ്രോപ്പ് ആയി പോകുന്നു. ഇതാണ് പ്രശ്നം. ടീമിൽ സ്ട്രെങ്ത് ഉണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ട്, 10-30 സ്റ്റാഫ് ഉണ്ട്, എല്ലാം ഉണ്ട്, സ്കെയിലബിൾ പ്രൊഡക്റ്റ് ഉണ്ട്, ബ്രാൻഡ് വാല്യൂ ഉണ്ട്, റിസൾട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്കെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിന്നാണ് പിന്നെ നമുക്ക് ഒരു നേരത്തെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ AI കണ്ടപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ വീഡിയോസ് കാണുമ്പോൾ കുറേ പേര് മൊബൈലിലൊക്കെ പോകണേ ഞാൻ കണ്ടു. AI with automation is the most powerful technology right now in this world to grow any business. If you understand and implement it properly, nobody can stop you. If not, forget your business. Next year is going to be with your competitors. നിങ്ങൾ ഉണ്ടാവില്ല മാർക്കറ്റിൽ. ടേക്ക് മൈ വേർഡ്. അപ്പോൾ അവിടെ ദിൽസിൽ എടുത്ത ഒരു സ്റ്റെപ്പ് ഹെൽപ്പ് ഹിം ലോട്ട്. ആ സ്റ്റോറി നമുക്ക് ദിൽസിനോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയത്? ഫസ്റ്റ് സുബിലാൽ പറഞ്ഞ പോലെ തന്നെ നല്ലോണം എൻക്വയറീസ് വരുന്നുണ്ട്. എൻക്വയറീസ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റണ്ടായില്ല. അപ്പോൾ ഞാൻ സ്റ്റാഫിന് വെക്കുന്നു, പക്ഷേ സ്റ്റാഫ് ഒരിക്കലും AI പണിയെടുക്കണ പോലെ പണിയെടുക്കില്ല. ഇത്രയും എൻക്വയറി വരുമ്പോൾ നമുക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെയാണ് സുബിലാലിനെ നമ്മൾ മീറ്റ് ചെയ്യണത്. ആൻഡ് AI അതിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഫസ്റ്റ് ഏറ്റവും അടിപൊളി ഒരു ആർട്ടായിട്ട് എനിക്ക് തോന്നിയത് ഓട്ടോമേഷനാണ്. അതായത് ഞാനൊരു വീഡിയോ ഇടുന്നു, ആ വീഡിയോക്ക് എൻക്വയറി വരുന്നത് എത്രയാണ് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പറ്റി. അതായത് അതിനകത്ത് കമൻ്റ് അടിക്കണതിൻ്റെ എണ്ണം, ആ കമൻറ്റിന് എത്രത്തോളം എൻക്വയറി വരുന്നുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റി. ഏത് വീഡിയോണ് വർക്കൗട്ട് ആവാന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ പറ്റി. അത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നേരെ വാട്സപ്പിലോട്ട് വന്നു. വാട്സപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാറ്റ് പോകും. ഞാനവിടെ കിടന്നുറങ്ങുമ്പോഴും എൻ്റെ സ്റ്റാഫ് അവിടെ കിടന്നുറങ്ങുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡീറ്റെയിൽസും സാധനങ്ങളും പോണ ഒരു സംഭവം. അത് ഫീൽ ചെയ്താലാണ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് പോകുന്നു. ബിസിനസ് നോർമൽ സ്റ്റാഫ് 8 മണിക്കൂർ പണിയെടുക്കുള്ളൂ. AI ഓട്ടോമേഷൻ 24 മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഒബ്വിയസ്ലി നമുക്ക് ഇരട്ടിയായിട്ട് ബിസിനസ് കൂടാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാവരെയും ഹെൽത്തി ആക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ഫിറ്റ്നസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതെനിക്ക് സിമ്പിളായിട്ട് ഈ ഓട്ടോമേഷനിലൂടെ നടത്താൻ പറ്റി. പിന്നെ നമുക്ക് ഇപ്പോൾ ലൈക്ക് സ്റ്റാഫുകളെ വെച്ചിട്ടൊരു പരിധിയുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും എൻക്വയറീസ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, അപ്പോൾ എനിക്ക് അതനുസരിച്ച് ആൻസർ പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണോ? അല്ല, ഞാൻ പറയാം, ചോദ്യങ്ങളില്ല. അതായത് ദിൽസിലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? ദിൽസിൽ പറഞ്ഞ സാധനം ചെയ്യും. ഇതെനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ദിൽസിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് തന്നെ ഫസ്റ്റ് വിളിക്കുന്നത് മന്ദൻ്റെ രാത്രി 11:30 സുബി ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് വിളിക്കണത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ സംഭവം എന്നുള്ളത്. ഇവിടെ 2 കോടിയുടെ ബിസിനസ് കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം മുന്നത്തെ മാസം വരെ എത്ര കോടികൾ പോകുന്നുണ്ടെന്ന് അറിയില്ല, വരുന്ന ലക്ഷങ്ങൾ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മന്ത് ദിൽസിലിന് മനസ്സിലായി 2 കോടി കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. നല്ല കാര്യം. അടുത്ത മാസം വിളിച്ചു, അത് 8:30 വിളിച്ച്, 11:30 വരെ പോയില്ല, കുറച്ച് നേരത്തെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ബ്രോ ഈ മാസം ഒരു 3 to 4 lakhs കൂടുതൽ വന്നിട്ടുണ്ട്. നല്ല കാര്യം. അതിൻ്റെ അടുത്ത
മാസം ഞായറാഴ്ച ഉച്ചയ്ക്കാണ് വിളിക്കുന്നത്. ഏത് ടെൻഷൻ ഫ്രീ ആയി 10-12 ലക്ഷം കോടിയുണ്ട്, നല്ല കാര്യം. അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ, ദിൽസിൽ എക്സ്പെരിമെന്റ് ചെയ്യുമായിരുന്നു, ഈ കസ്റ്റമർ എങ്ങനെ കൺവേർട്ട് ആകുന്നുള്ള എക്സ്പെരിമെന്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ടാക്കിൾ ചെയ്തൊരു സാധനം എന്താ വെച്ചാൽ, ദിൽസിൽ പറയുന്ന സാധനം കണ്ടിട്ടാണ് കസ്റ്റമർ കൺവേർട്ട് ആവുന്നത്, സ്റ്റാഫ് പറയുന്ന കാര്യം കണ്ടിട്ടല്ല. ഒരിക്കലും നമുക്കൊരു ഫൗണ്ടറെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല സ്റ്റാഫിനെ വെച്ചിട്ട്. ഇപ്പോൾ റോയൽ ഡ്രൈവിന്റെ നമുക്ക് മുജീബ് സാറിനോട് ചോദിച്ചാൽ, മുജീബ് സാർ കാറിനെ കുറിച്ച് പറയുന്ന പോലെ റോയൽ ഡ്രൈവിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സാറിന്റെ പരിചയത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? AI-നെ ട്രെയിൻ ചെയ്യണം. എന്നിട്ട് എവിടെയൊക്കെ വെക്കണം? നിങ്ങളുടെ ബിസിനസിന്റെ ഗേറ്റ് കീപ്പർ ആക്കി വെക്കണം. ഏത് വഴിക്ക് ഒരു എൻക്വയറി വന്നാലും അവിടെ ഈ AI ചാറ്റ് ചെയ്യണം. ആരുടെ നോളജ് വെച്ചിട്ട്? നമ്മളുടെ നോളജ് വെച്ച്, ഫൗണ്ടറിന്റെ നോളജ് വെച്ചിട്ട്. ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ അതിൽ നിന്ന് പിക്ക് ചെയ്തോളും എന്ത് വേണമെന്നുള്ളത്. നമ്മളുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനുണ്ടെങ്കിൽ അത് വാങ്ങേണ്ടത് അവന്റെ ആവശ്യമാണെങ്കിൽ അവൻ നമ്മളുടെ അടുത്ത് വാങ്ങും. ഇന്നൊരിക്കലും നമുക്ക് പുഷ് സെയിൽസ് പറ്റില്ല. അപ്പൊ അതാണ് അതിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് പണ്ട് എനിക്ക് എത്ര എൻക്വയറി വരണമെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു. അൺലിമിറ്റഡ് ആയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. ഇത് കറക്റ്റായിട്ട് എൻക്വയറി എത്ര വരണുണ്ടെന്ന് ട്രാക്ക് ചെയ്ത് ഓരോ സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്ത് ആ സ്റ്റാഫിന് സ്പ്ലിറ്റ് ചെയ്ത് എൻക്വയറി കൊടുക്കാൻ പറ്റി. അത് ഭയങ്കര സംഭവമാണ്. എന്നിട്ട് ഇവരെ കൺവേർട്ടിംഗ് റേറ്റ് എടുക്കാൻ പറ്റി. ഓരോ സ്റ്റാഫും എത്ര വർക്ക് ചെയ്യേണ്ടത്, ഇതിനകത്ത് ഏതൊക്കെ സ്റ്റാഫ് ഏറ്റവും ടോപ്പ് ലെവലിൽ കൺവേർഷൻ ഉണ്ടാക്കേണ്ടത്, എത്ര എൻക്വയറിയാണ് അവർക്ക് കൊടുത്തത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. എന്നിട്ട് അടിയിൽ കിടക്കുന്ന സ്റ്റാഫ്, അതായത് എൻക്വയറി കൺവേർഷൻ ഉണ്ടാക്കാൻ പറ്റാത്ത സ്റ്റാഫിന് സെപ്പറേറ്റ് ക്ലാസ് കൊടുത്തിട്ട് ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അത് ഈ സംഭവം വന്നുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ബിഗ് ക്ലാപ്പ് ടു ദിൽസിൽ. താങ്ക് യു. ആൻഡ് എങ്ങനെയുണ്ട്? വാമപ്പായില്ലേ? നല്ല പ്രോഗ്രാം ജോയിൻ ചെയ്തു. മൊബൈൽ ആപ്പ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഓൺ ദി ഗോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു ദിൽസിൽ, താങ്ക് യു.